ഇദ്ദേഹമാണ് നമ്മുടെ പുതിയ സൂപ്പർവൈസർ. ഇദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പേര് രാമഭദ്രൻ. നിങ്ങളിൽ ഒരാളാണ് ഞാനും. അവകാശപ്പെടാൻ ഒരു നാടോ ബന്ധുക്കളോ ഒന്നും എനിക്കില്ല. 10 വയസ്സുവരെ നിങ്ങളെപ്പോലെ ഒരു ബാലമന്ദിരത്തിലാണ് ഞാനും കഴിഞ്ഞുകൂടിയത്. പിന്നീട് ഒരു വലിയ മനുഷ്യന്റെ കാരുണ്യത്തിലാണ് വളർന്നു വലുതായി ഇവിടെ എത്തി നിൽക്കുന്നത്. എന്നെ അന്യനായോ നിങ്ങളെ ഭരിക്കാൻ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനായോ കാണാതിരിക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ചു. പൊറുക്കാൻ കഴിയുന്നതെല്ലാം പൊറുക്കുക, മറക്കാൻ കഴിയുന്നതെല്ലാം മറക്കുക. ഇത് നമ്മുടെ വീടാണ്. തുറന്നിട്ട വാതിലുകളുമായി നമുക്കുറങ്ങാം. നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണം. ലോക്കപ്പ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായോ? നെറിയില്ലാത്തവരാ. നാളെ രാമഭദ്ര സാറ് വരുമ്പോ ഞാൻ പറയും. പറഞ്ഞാൽ എളുപ്പം ഉണ്ടാകും. ഇവരെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. നീചന്മാരല്ല. അല്ല സാറേ, ഇതിന് പുരുവാലാവോ? ഞാൻ സുഗുണ സാറിന് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടാ ചെയ്തത്. രാത്രി ഇവരെ തുറന്നു വിട്ടാ നമുക്കിവിടെ നേരം മണിക്കൂളം കഴിയണ്ടേ? രാമഭദ്രൻ സാർ പ്രത്യേകം പറഞ്ഞിരുന്നു. അയാൾക്കത് പറയാം. ഇവിടുത്തെ സ്ഥിതി അയാൾക്കറിയോ? ഏതായാലും നാളെ സുഗുണ സാറോട് വന്നിട്ട് തീരുമാനിക്കട്ടെ. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ലോക്കപ്പ് ചെയ്തത്? വെളുപ്പിന് തന്നെ ലോക്കപ്പ് തുറന്ന് പിള്ളേരെ വിട്ടു സാർ. അതല്ല ചോദിച്ചത്. ഞാൻ പറഞ്ഞിട്ടാ മിസ്റ്റർ രാമഭദ്രൻ. നിങ്ങൾ പറയുന്നത് പോലെ പെരുമാറിയാൽ ഇവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. ചൂരലിനെ ഭയമുള്ളതുകൊണ്ടാണ് ഇപ്പോഴതിന് കഴിയുന്നത്. ക്രിമിനൽസാ, അത് മറക്കരുത്. ഈ പഴഞ്ചൻ കാഴ്ചപ്പാടാണ് കുഴപ്പം. അവർ കുറ്റവാളികളല്ല, കുറ്റവാസനയുള്ളവരാണ്. നമുക്കവരെ അടിച്ചും ഭയപ്പെടുത്തി നന്നാക്കാൻ കഴിയില്ല സർ. അത് അവരുടെ മനസ്സുകളെ മുരടിപ്പിച്ചു കളയും. കുറ്റവാളികളെ സൃഷ്ടിക്കാനുള്ള പാഠശാല അല്ലല്ലോ ഇത്. കുറ്റവാസന അകറ്റാനുള്ളതല്ലേ. സ്നേഹത്തിനും ദയയ്ക്കും മാത്രമേ അതിന് കഴിയൂ. അത് ശരിയാ അല്ലേ സുഗുണ? എനിക്കറിയില്ല സാറേ. എനിക്ക് ഈ പഴഞ്ചൻ രീതികളെ അറിയൂ. ഞാൻ ഈ കുട്ടികളുടെ ജയിലിലൊന്നും കിടന്നിട്ടില്ല. എന്നെക്കുറിച്ചാണ് സൂചനയെന്ന് മനസ്സിലായി. നിങ്ങൾ തന്നെ പറഞ്ഞു എന്ന് കേട്ടു. ശരിയാണ്. 4 വർഷത്തോളം ഞാൻ തൃശൂർ ബാലമന്ദിരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. വിശപ്പ് സഹിക്കാണ്ടായപ്പോൾ ഒരു വീടിന്റെ അടുക്കളയിൽ നിന്ന് കുറച്ച് ചോറെടുത്തു. യാചിക്കാൻ നാണമായിരുന്നു. ബാലമന്ദിരത്തിലേക്ക് അയക്കുമ്പോൾ അമ്മയ്ക്ക് ആശ്വാസമായിരുന്നു. 3 നേരവും മോൻ എന്തെങ്കിലും ആഹാരം കിട്ടുമല്ലോ. അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുന്നത്. ഞാൻ ആ പിള്ളേരുടെ ശത്രുവൊന്നുമല്ല. പക്ഷെ അവർക്ക് അങ്ങനെ തോന്നുന്നു. നമ്മുടെ വേഷം പോലും അവർക്ക് ഭയമാണ്. അതുകൊണ്ടാണ് കഴിവതും ഞാനത് ഒഴിവാക്കുന്നത്. ഇതെല്ലാം ഐജിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അദ്ദേഹം ഇവിടെ വരും, അപ്പൊ വിശ്വസിച്ചാൽ മതി. അയ്യോ, വിശ്വാസക്കുറവല്ല. അങ്ങനെയൊന്നും ചെന്ന് പറഞ്ഞേക്കല്ലേ. മൂപ്പര് നമ്മുടെ ചാക്കോ സാറിന്റെ സ്വന്തം ആളാ. ആരുടെ ആളായാലും എനിക്കൊന്നുമില്ല. രാത്രി പെറ്റി ഓഫീസർമാരും CPO അല്ലാതെ നമ്മളാരും ഇവിടെ ഉണ്ടാവില്ല. അത് മറക്കണ്ട. രാത്രി ഞാനിവിടെ ഉണ്ടാവും. സാർ അനുവദിക്കുകയാണെങ്കിൽ 24 മണിക്കൂറും ഞാനിവിടെ ഉണ്ടാവും. ഇതേത് ദൈവത്തിന്റെ പടമാണ് സാറേ? അതെന്റെ ദൈവത്തിന്റെ. ഈ ലാത്തിയിൽ എന്തിനാ സാറേ ദ്വാരമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്? ഇതുകൊണ്ട് തല്ലിയ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. അത് തല്ലാനുള്ള ലാത്തിയല്ല പത്രോസേ. ഞാൻ പറയാം, അത് ഓടക്കുഴല. എന്താ എല്ലാരും ഓടിക്കളഞ്ഞത്? പേടിച്ചിട്ടാ. സാർ ഇനി ഇവിടെയാ താമസിക്കുന്നത്? അതെ. രാത്രി ഞങ്ങൾ ലോക്കപ്പ് ചെയ്യോ? ഇല്ല, ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അപ്പോ ഞങ്ങൾക്ക് ഇഷ്ടമെടുത്ത് കിടക്കാവോ? കിടക്കുന്നതൊക്കെ നമ്മുടെ ഹാളിൽ തന്നെ മതി. പുറത്ത് കിടന്നാൽ മഞ്ഞും മഴയും കൊള്ളും, ഇഴജന്തുക്കൾ വരും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കിടന്നാൽ മതി. വാതിലുകൾ അടയ്ക്കില്ല, സ്വതന്ത്രരായിരിക്കും. പോരെ? സാറേ, അത്താഴം എപ്പോ കൊടുക്കണം? പത്രോസിന്റെ കുട്ടികൾക്ക് എപ്പോഴാ അത്താഴം കൊടുക്കാറ്? 8 മണി. ഇവിടെ എവർക്ക് 6 മണിക്കാ കൊടുക്കാറാണ് പതിവ്. പതിവുകളൊക്കെ പോട്ടെ. പത്രോസിന്റെ കുട്ടികളുടെ സമയം തന്നെ മതി ഇവർക്കും. പിന്നെ ഈ പെറ്റി ഓഫീസർമാർ ഇവരുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റി നടക്കണ്ട. ദൂരെ എന്നാ മതി. ശരി. ചില ചെറ്റങ്ങളുടെയൊക്കെ വിചാരം അയാൾ ഇളിച്ചു കാണിക്കുന്നത് നേരാണെന്നാ. ഇതുപോലെ പലരും ഞാൻ കണ്ടിട്ടുള്ളതാ. ഇതൊക്കെ ഒരു പടമാണ്. ഉള്ളിൽ ഇവർക്ക് ഒന്നാ. തന്റെ നോട്ടത്തിൽ ആരെങ്കിലും നല്ലവരുണ്ടോ?
ഞങ്ങൾക്ക് ആ സാർ നല്ലതാ. ഞങ്ങൾക്കൊന്നും പറയണ്ട, നിനക്ക്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാ. തനിക്ക് ഇഷ്ടമല്ലേ? കുട്ടന് ഇഷ്ടമല്ലേ? തനിക്ക് ഇഷ്ടമല്ലേ? പോയി പോടാ. ഇടാ താഴെ. പറഞ്ഞത് കേട്ടില്ലേ? ഇടാൻ. ആരെയെങ്കിലും അനുസരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമല്ല. മിടുക്കനാകാം, അധികമാവരുത്. വാ, സാരമില്ല. സാറേ, എന്റെ മാമു, താൻ എവിടെയായിരുന്നടൂ? പുറക്ക് വിശേഷമൊക്കെ പിന്നെ പറയാം. ഞാൻ കഴിഞ്ഞ മാസം ശിക്ഷ കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നു. സാറിനെ കണ്ടില്ല. അതേത് കേസാ? ആ കൊയിലാണ്ടിന്ന് 25 പവൻ അടിച്ച കേസ്. കൊയിലാണ്ടിന്ന്? നിങ്ങൾക്കൊക്കെ എത്ര ഓർമ്മയില്ലാണ്ടായാലും കഷ്ടാണ് സാറേ. കളവ് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് എല്ലാവർക്കും ചെലവ് ചെയ്തിട്ടെല്ലാം പോയത്. അത് പോട്ടെ, വിശേഷം എന്തൊക്കെ ഉണ്ട്? പുതിയ സൂപ്പർവൈസർ അദ്ദേഹം വന്നിട്ടുണ്ട്. മുമ്പ് ഏതിയല്ലുണ്ടായിരുന്ന ആളാ? പുതിയ റിക്രൂട്ട്മെന്റാ. ഓ, അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ടിരിക്കൂലേ. മൂപ്പരാളെങ്ങനെ? IG ആയിട്ട് എന്തോ വളരെ അടുപ്പമുള്ള ആളാ. സൂപ്രണ്ട് അദ്ദേഹം ഇപ്പൊ കക്ഷിയുടെ ഭാഗത്താ. സുഗുണൻ സാറിന് ഇപ്പൊ പഴയ ഗമയൊന്നുമില്ല. നമ്മൾ അകത്ത് കയറിയാൽ ആള് കുഴപ്പമുണ്ടാക്കുവോ? പത്രോ സാറിനൊന്ന് കാണേണ്ടിയിരുന്നേ. ഒന്ന് കണ്ടേച്ചു പോരെ, മൂപ്പരുടെ കണ്ണിപ്പെടണ്ട. അതെന്താ സാർ അങ്ങനെ? ഞാനൊരു 3-4 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഒരു പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള സ്ഥാനമൊന്നുമില്ല ഇവിടെ. സാറിനൊന്ന് കാണാൻ ബുദ്ധിമുട്ടായല്ലോ. ഞാൻ വിചാരിച്ച് തന്നെ വല്ല പോലീസുകാരും പിടിച്ച് തല്ലി കൊന്നിരിക്കുന്നു. പിന്നെ കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിച്ചിട്ടുണ്ട്. ഈ ഉമ്മർത്തൊന്നും അങ്ങോട്ട് മാറിക്ക. പ്രിയപ്പെട്ട സാറിന് വളരെ കുഴപ്പം പിടിച്ച സമയത്തായിരുന്നല്ലോ ഞാൻ ജോയിൻ ചെയ്തു. ആദ്യമുണ്ടായിരുന്ന ആശങ്കകൾ എന്നെ വിട്ടൊഴിയുകയാണ്. എനിക്കിപ്പോൾ ശുഭാപ്തി വിശ്വാസം തോന്നുന്നു. ഇവിടെ ഇവിടെ രാത്രി എന്തായിരുന്നടാ ജോലി? ചോദിച്ചത് കേട്ടില്ലേ? രാത്രി വയറുവേദന, ഉറങ്ങിയില്ല. അസുഖമാണെന്ന് റിപ്പോർട്ട് ചെയ്തോ? ഇല്ല, നേരം വെളുത്തപ്പോ മാറി. നുണ പറയാൻ ആരും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഏത് ക്ലാസ്സാ? തയ്യല്. ആ ക്ലാസ്സിൽ പോ. പോടാ.
ഉറങ്ങാൻ അവിടെ സ്ഥലം കണ്ടുള്ളൂ. പന്നി അയാൾക്കൊല്ലം പിടികിട്ടിയോ? കഴുതയവൻ, തനി കഴുത. ഒരു പീടി വരുമോ? ഒരു ദമ്മടിച്ച ശരിയോ? എന്നിട്ട് വേണം ഇവന്മാർ കൈയോടെ പിടിക്കാൻ. തവണ കിട്ടിയ സാധനം രസികനാ. പൊതിയിലിരുന്നിട്ട് തന്നെ നല്ല മണ. അപ്പൊ കത്തിച്ചാലോ? മഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം തടവിലെ കിളികൾ തൻ കനവിലെ മോഹമാ പുഴയിലെ. ആരാണോ ഒച്ചണ്ടാക്കിയത്? ആരാണെന്ന്? നീയാണോ പാട്ട് പാടിയത്? ഞാനല്ലേ സാർ. പിന്നേരാ? രാത്രി അടങ്ങി ഒതുങ്ങി കിടക്കാനുള്ളതിന് പകരം സത്യം പറ, ആരാ? പട്ടിയെ പോലെ കിടന്ന് മൂങ്ങുന്നോ? വഴക്കുണ്ടാക്കണ്ട. ആരാ പാടിയത്? ഞാനാ. ഇനി പാടില്ല. പാടണം, ഇനിയും പാടണം. പാട്. സാർ, ഐ ജി വന്നിരിക്കുന്നു. ഈശ്വര, വല്ല കുഴപ്പമുണ്ടാവും. ഗേറ്റ് തുറക്ക്. ഒരു അറിവുണ്ടായിരുന്നില്ല സാർ. അതുകൊണ്ട് കാത്തു നിൽക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല സാർ. ഞാൻ ഒഫീഷ്യലായിട്ട് വന്നതല്ല, എന്റെ ഒരു ബന്ധുണ്ട് ഇവിടെ. ഓ, മിസ്റ്റർ രാമഭദ്രൻ. അടുപ്പമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയ്ക്ക് അടുപ്പമുണ്ടെന്ന് കേട്ടിട്ടുള്ളൂ. എന്റെ മകനാണവൻ. ക്ഷമിക്കണം സാർ, അതെനിക്കറിയില്ലായിരുന്നു. സ്വന്തം മകനാണോ സാർ? സ്വന്തം തന്നെ, വളർത്തു മകൻ. അവനെ ഒന്നും പറഞ്ഞിരുന്നില്ല? സത്യമായിട്ടും പറഞ്ഞിരുന്നില്ല സാർ. സാർ ആധികരിക്കാം. അത് വേണ്ട, എനിക്ക് അവനെ കണ്ടിട്ട് ഉടനെ പോകണം. വിളിക്കാം സാർ. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ഞാൻ വന്ന കാരണം കളി മുടങ്ങിയോ? ഇല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കോഴിക്കോട് വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. നീ തോറ്റോ ജയിച്ചോ എന്ന് അറിയണമല്ലോ. തോറ്റിട്ടില്ല. എനിക്ക് തോന്നി. നമുക്ക് ഓഫീസിൽ സംസാരിക്കാം. വേണ്ട, ഞാൻ പുറപ്പെടുകയായി. നിന്നെ കാണാതെ എന്നാൽ അമ്മ എനിക്ക് സ്വൈര്യം തരില്ലെന്നറിയാലോ. നിന്നെ ഇത്രയും ദൂരെ അയച്ചാൽ ഇപ്പോഴും എന്നോട് വഴക്കാം. എനിക്കും അതെ. നിന്നെ കുറെ നാൾ പിരിഞ്ഞിരുന്നപ്പോ ഒരു വിഷമം. സ്വന്തം മക്കളെ ഒന്നും ഈശ്വരൻ ഞങ്ങൾക്ക് തന്നില്ലല്ലോ. സാർ, റോസിയാണ് ഭാഗ്യവതി. അവളെ നീ അമ്മാന്ന് വിളിക്കുമല്ലോ. അത് കേൾക്കുമ്പോ ഒരസൂയ. ആ, ഞാൻ പോട്ടെ. നിന്റെ തെമ്മാടികളുടെ വൈകുന്നേരം ഞാൻ നശിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്തെത്തണം. ആരോടും പറയാതെ പോകുന്നത്. പെട്ടെന്നൊരു തോന്നൽ, നിന്നെ ഒന്ന് കാണണം. വരട്ടെ.